വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും. അപ്പം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അടുത്തൊരു മോളിൽ പോകാമെന്നത് മർക്കാറ്റോ മാള്, അവിടെ കിട്ടത്തുള്ള സംഭവം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു വ്ലോഗ് പോലെ ചെയ്യാം. കാര്യം മർക്കാറ്റോ മാള് ഭയങ്കര സാധാരണ ഇവിടുത്തെ മോളിലും കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോളാട്ടോ. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഒരു ഇറ്റലി യൂറോപ്യൻ വൈബൊക്കെ ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നിങ്ങളെ കാണിക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ഇറങ്ങി ഒരു ചായ കുടിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ നേരെ പോകാട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ദുബായിലുള്ള യൂറോപ്പ് കാണിച്ചു തരാം കേട്ടോ. പുര കത്തുമ്പോൾ വാഴ വെട്ടരുതെന്ന് എന്നോട് ആരും പറയാൻ പാടില്ല. മിസൈൽ അറ്റാക്കിന് ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വിശുദ്ധ റംദാൻ മാസമാണ്. നമ്മളുടെ ഇവിടെയുള്ള എല്ലാ പള്ളികളും ഇവരിങ്ങനെ ആട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാട്ടോ. ഈവനിങ് ഒക്കെ വാക്കിനൊക്കെ പോകുമ്പോഴാണേലും അത് ഭയങ്കര ഒരു എടുപ്പ് തന്നെ കേട്ടോ പള്ളിക്കൊക്കെ. നമ്മൾ പോകുന്ന വഴിക്ക് ലൈക്ക് അതായത് നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഷോപ്പ്, ഇത് റിവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാട്ടോ. അതായത് ഇവിടുത്തെ ആർട്ട് ഫോംസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാട്ടോ. ഇതാണ് നമ്മളുടെ മർക്കാറ്റോ മോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോളാട്ടോ. ഞാൻ ഈ ഇൻ്റർലോക്കിൻ്റെ വീഡിയോ എടുത്തതിന് വേറൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മോളിൻ്റെ അകത്ത് എൻട്രൻസിൽ മാത്രമേ അവർ ടൈൽസ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ടൈൽസ് ഇട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഏരിയകളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻ്റർലോക്ക് വെച്ചിട്ടാണ്. അത് പ്ലെയിൻ ഇൻ്റർലോക്കാണ്. ഇവർ മോളിൻ്റെ അകത്ത് നമ്മളുടെ നാട്ടിൽ വീടിൻ്റെ പുറത്തിടുന്ന ഇൻ്റർലോക്സ് ഇല്ലേ, അത് അങ്ങനത്തെ ഷേപ്പ് അങ്ങനത്തെ പാറ്റേണിലാട്ടോ അവർ അകത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് പുറത്ത് അവർ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് കുറച്ച് ഭയങ്കര ഡിഫറെൻ്റായിട്ട് പുറത്ത് ചെയ്തിട്ട് അവർ നോർമൽ രീതിയിലാണ് അകത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇവിടെ ആൾക്കാർ കുറവായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എമറാത്തീസ് ആട്ടോ വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഏരിയാസിൽ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 സൈഡിൽ അവർ ബ്രിഡ്ജ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഞാനാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നത് പെയിൻറ്റിങ് ആണ്. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നതിൽ അപേക്ഷിച്ച് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് നമ്മൾ അതിൻ്റെ വ്യൂ കാണുമ്പോഴാട്ടോ അതിൻ്റെ ബ്യൂട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള ഭയങ്കര ബാക്കി മോൾസിനെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര ക്വയറ്റ് ആൻഡ് പീസായിട്ടുള്ള ഒരു മോളാട്ടോ ഈ പറയുന്ന മർക്കാറ്റോ മാൾ. അത് മാത്രമല്ല ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷേ അല്ല. ഈ മോളിൻ്റെ ബ്യൂട്ടി ഒന്നും നശിപ്പിക്കാത്ത രീതിയിൽ അവർ മിനിമലായിട്ടാട്ടോ ഓരോ ഷോപ്പിൻ്റെ അകത്ത് ഇൻറ്റീരിയൽസ് ചെയ്തിരിക്കുന്നത്. ലെഗോസിൻ്റെയൊക്കെ ഒരു ഭയങ്കര വലിയൊരു ശേഖരം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ട് വീൽസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവരുടെ അടുത്തുണ്ട് കേട്ടോ. ഏത് സൈഡിലോട്ട് നോക്കിയാലും ഒരേ പാറ്റേൺ തന്നെയാണ്. അല്ലാതെ അവർ വേറെ നമുക്കങ്ങനെ വ്യത്യാസം തോന്നില്ല. കറക്റ്റ് കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ തോന്നേ ഇതല്ലേ നമ്മൾ അപ്പുറത്ത് കണ്ടത്, അങ്ങനെ ഒരു വൈബാണ് അവിടെ. അതായത് എല്ലാ ഏരിയയിലും അവർ സെയിം ആയിട്ടാട്ടോ അതിൻ്റെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ പാറ്റേൺസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയിലോ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വോക്ക് സിനിമാസ് ഉണ്ടാകും. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. ഞങ്ങളിവിടെ അടുത്തുള്ള ഷിൻഡഗയിലാണ് പോയി കാണാറ്, ഷിൻഡഗ സിറ്റി സെൻറ്ററിൽ. പക്ഷേ ഇന്നിവിടെ വന്നപ്പോഴാണ് ഇവിടെയും വോക്ക് സിനിമാസ് ഉണ്ട്. പക്ഷേ റേറ്റും കാര്യങ്ങളും എല്ലാം സെയിം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ടൈം മുതൽ ഇവിടെ വന്നിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുന്ന ടൈമിൽ മർക്കാറ്റോ മാളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഫൗണ്ടൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭയങ്കര ലൈറ്റ് സെറ്റിങ്ങും വാട്ടറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് പുറത്ത് ഞാൻ ആക്ച്വലി വന്ന ടൈമിൽ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയ ടൈമിലാണ് അത് അവർ ഓഫാക്കി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ ഉള്ള ഒരാളോട് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അതിൻ്റെ എന്തോ പരിപാടി നടക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങളെന്തായാലും വിചാരിച്ച കാര്യം നടന്നില്ല. എന്തായാലും വേറൊരു വ്ളോഗിങ് സെറ്റപ്പ് നടന്നു കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ചെറിയൊരു വ്ളോഗായിരിക്കും. ഇന്ത്യൻസ് ഒന്നും അധികം ഇല്ലാത്തൊരു മോളായത് കേട്ടോ. അങ്ങനെ വരുത്തേയില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാര്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം എനിക്കാരെയും ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്തില്ല, ഇങ്ങനെ ഷൂട്ട് ചെയ്തില്ല. ആൾക്കാരില്ലാത്ത കുറച്ചിടം നോക്കിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ്.